വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. ഈ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് നിർദ്ദേശം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം കേരളത്തെ അറിയിച്ചിരുന്നു. നിലവിലെ മാനദണ്ഡങ്ങൾ ഇത് അനുവദിക്കുന്നില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് വ്യക്തമാക്കിയത്. ഡൽഹിയിൽ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി കെ.വി. തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ആവശ്യത്തിന് ദുരന്ത നിവാരണ ഫണ്ടുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ കത്തിൽ പറയുന്നത്. അതേസമയം അതിതീവ്ര ദുരന്തമാണോ എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഉന്നതതല സമിതി യോഗം ചേർന്നിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. അതുകൊണ്ടാണ് അന്തിമ തീരുമാനമെടുക്കാൻ വൈകുന്നതെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. കേന്ദ്രം തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കണമെന്ന് അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. 2 ആഴ്ചയ്ക്കകം അന്തിമ തീരുമാനമുണ്ടാകണമെന്ന് കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി. കേസ് വീണ്ടും അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കും. അതേസമയം വ്യക്തികൾക്ക് നൽകുന്ന സഹായം 1 മാസത്തേക്ക് കൂടി നീട്ടിയെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കേന്ദ്ര നിലപാട് കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി കെ രാജന്റെ പ്രതികരണം. L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിൽ കേന്ദ്രം ഒന്നും പറഞ്ഞില്ല. കേരളം കൊടുത്ത മെമ്മോറാണ്ടത്തിൽ പിശകുണ്ടെന്നായിരുന്നു വയനാട് തെരഞ്ഞെടുപ്പിലടക്കം പ്രചരിച്ചിരുന്നത്. ഇത് തെറ്റാണെന്ന് കേന്ദ്രമന്ത്രിയുടെ കത്ത് തെളിയിക്കുന്നു. കേന്ദ്രത്തിന്റെ നിലപാട് യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ല. മുൻകൂറായി തന്ന തുകയും നീക്കിയിരിപ്പുണ്ട് എന്ന് പറയുന്നതും മറ്റു ദുരന്തങ്ങൾക്കായി ഉപയോഗിക്കേണ്ടതാണെന്നും കെ രാജൻ പറഞ്ഞു. കേന്ദ്രം കേരളത്തെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് മന്ത്രി എം.പി. രാജേഷ്. ഇത് കേരളം പൊറുക്കില്ല. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ കേന്ദ്രം കാത്തിരിക്കുകയായിരുന്നു. ഇതിൽ തിരിച്ചടി കൊടുക്കാനുള്ള അവസരം പാലക്കാട്ടെ വോട്ടർമാർക്കുണ്ട്. അവർ അത് നൽകുമെന്നും എം.പി. രാജേഷ് പറഞ്ഞു. വയനാടിനുള്ള കേന്ദ്ര അവഗണന ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും. മനഃപൂർവ്വമായ അവഗണനയാണ് ഇത്. പാർലമെന്റിൽ UDF എംപിമാർ പ്രതിഷേധിക്കും. കേന്ദ്രത്തിനെതിരെ സമരത്തിൽ CPM-നെ കൂട്ടുപിടിക്കില്ല. കാരണം CPM എപ്പോൾ വേണമെങ്കിലും BJP-യുമായി ധാരണയിലാകുമെന്നും വി ഡി സതീശൻ പരിഹസിച്ചു. കേന്ദ്ര നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്ന് MV ഗോവിന്ദൻ. വയനാട് ദുരന്തമുണ്ടായി 3 മാസം കഴിഞ്ഞിട്ടും ഒരു സഹായവും ലഭിച്ചില്ല. പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചിട്ടും കാര്യമുണ്ടായില്ല. കേന്ദ്രത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ UDF തയ്യാറാകുന്നില്ലെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. എന്നാൽ വയനാട് പുനരധിവാസ പാക്കേജിന് തുരങ്കം വെച്ചത് സംസ്ഥാന സർക്കാരാണെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ അലംഭാവത്തെ കുറ്റകരമായ മൌനത്തിലൂടെ പ്രതിപക്ഷം സഹായിക്കുകയാണ്. 2013-ൽ UPA സർക്കാരാണ് ദേശീയ ദുരന്തം എന്ന പദം എടുത്തു കളഞ്ഞത്. അതിന്റെ പേരിൽ VD സതീശനും സംഘവും മോദി സർക്കാരിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. ദുരന്തത്തിന്റെ വ്യാപ്തി അനുസരിച്ചുള്ള സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രിമാർ വ്യക്തമാക്കിയതാണ്. എന്നാൽ രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ടാണ് LDF-ഉം UDF-ഉം ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു.